ഷിംലയിൽ നിന്ന് കിന്നൗറിലേക്കും സ്പിറ്റിയിലേക്കും പോകുന്ന മിക്ക യാത്രക്കാരും ഈ ഒരു ക്ഷേത്രം കണ്ടിട്ടുണ്ടാകും. മാതാക്ഷേത്രം ഹിമാചൽ പ്രദേശിലെ കിന്നൗർ ജില്ലയിലേക്കുള്ള ദേശീയപാതയായ NH5 അരികിലാണ് ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. റെയിൽവേ ഡ്രൈവറായിരുന്ന സോനു ഭയ്യ അങ്ങനെ എല്ലായിടത്തൊന്നും വണ്ടി നിർത്തുന്ന പ്രകൃതക്കാരനൊന്നുമല്ല. പക്ഷേ കിന്നൗർ ജില്ലയിലേക്ക് പ്രവേശിച്ച് ചെക്ക് പോസ്റ്റ് കഴിഞ്ഞ ഉടനെ മൂപ്പര് വണ്ടി അടുത്ത് കണ്ട ഒരു അമ്പലത്തിൽ നിർത്തി. വട്ടവടയിലേക്ക് പോകുന്ന സമയത്ത് വണ്ടിൻ്റെ ഡ്രൈവറായിരുന്ന ഭാഗ്യരാജൻ ഇതുപോലെ ഒരു വഴി അമ്പലത്തിൽ പ്രാർത്ഥിക്കാൻ നിർത്തിയതാണ് എനിക്ക് ആദ്യം ഓർമ്മ വന്നത് കേട്ടോ. അത്യധികം സാഹസികത നിറഞ്ഞൊരു യാത്രയാണ്. വലിയ ചെങ്കുത്തായിട്ടുള്ള പാറകളും മലനിരകളും, ഏത് സമയത്തും എന്ത് വേണമെങ്കിലും സംഭവിക്കാം. 1963 കാലഘട്ടത്തിലാണ് BROയും സൈനികരും ചേർന്ന് മല തുരന്ന് പാറകൾ വെട്ടി ഇവിടെ റോഡുകൾ നിർമ്മിക്കുന്നത്. രണ്ടാങ് എന്ന പ്രദേശം അതീവ അപകടകരമായിരുന്നു. അപ്പോൾ മല തുരന്ന് റോഡ് നിർമ്മിക്കുന്നതിനിടയിൽ മണ്ണിടിച്ചിൽ കാരണം പാറകൾ വീണും ഒരുപാട് ആളുകൾ മരണപ്പെടുകയുണ്ടായി. വിശ്വാസപ്രകാരം ആ മലമ്പ്രദേശം മാ താരണ്ടയുടെ ആത്മീയ സംരക്ഷണത്തിലുള്ള വിശുദ്ധ സ്ഥലമാണെന്നാണ്. അപ്പോൾ ദേവിയുടെ വിശുദ്ധ സ്ഥലം തകർക്കപ്പെട്ടതിനാലാണ് ഈ അപകടങ്ങൾ സംഭവിക്കുന്നതെന്നാണ് അവിടുത്തെ നാട്ടുകാർ BRO ഉദ്യോഗസ്ഥരോട് പറഞ്ഞത്. അവരുടെ വിശ്വാസപ്രകാരം ആ സ്ഥലത്ത് തന്നെ ദേവിക്ക് വേണ്ടി ഒരു ക്ഷേത്രം നിർമ്മിച്ചു. അതിനുശേഷം അവിടെ അപകടങ്ങളുടെ എണ്ണം ഗണ്യമായി കുറഞ്ഞെന്നാണ് നാട്ടുകാരുടെ അഭിപ്രായം. കിന്നൗറിലൂടെ യാത്ര ചെയ്യുന്നവർ ഈ ക്ഷേത്രത്തിൽ നിർത്തി പ്രാർത്ഥിച്ചു. അപകടകരമായ മലനിരകളിലൂടെ യാത്ര സുരക്ഷിതമാക്കാൻ പ്രാർത്ഥിക്കുന്ന പതിവ് ഇങ്ങനെയാണ് ഇവിടെ രൂപപ്പെട്ടത്. കിന്നൗറിലെ നിരവധി ഗ്രാമങ്ങളുടെ കുലദേവതയായി മാ താരണ്ടയെ അവർ ആരാധിക്കുന്നു. വിശ്വാസകഥകൾ ഹിമാചലിലെയും കിന്നൗറിലെയും ദേവതാ സംസ്കാരത്തിൻ്റെ പ്രധാന ഭാഗമാണ്. അവിടുത്തെ ജനങ്ങൾ ഇന്നും ഗ്രാമദേവതകളെ സമൂഹ ജീവിതത്തിൻ്റെയും യാത്രകളുടെയും സംരക്ഷകരായി കാണുന്നു.